സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ളത് SC/ST അട്രോസിറ്റി പ്രകാരം കേസെടുത്ത ലക്ഷ്മി നായരെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നും പറഞ്ഞാണ് എല്ലാവരും ചർച്ച ചെയ്യുകയും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയം എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിർത്താനായിട്ടും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായത്. SC/ST അട്രോസിറ്റി പ്രകാരം ഒരു കേസ് ആരെങ്കിലും കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് FIR ഇട്ട് ആ കേസ് ഒരു DYSP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ DYSP വിക്ടിമായിട്ടുള്ള ആളിൻ്റെയും സാക്ഷികളായിട്ടുള്ള ആളുകളുടെയും മൊഴികൾ നേരിട്ട് രേഖപ്പെടുത്തണം. നേരിട്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വീടുകളിൽ പോവുകയോ അല്ലെങ്കിൽ ഓഫീസുകളിൽ വിളിച്ചു വരുത്തിയോ കൃത്യമായിട്ട് മൊഴികളെല്ലാം രേഖപ്പെടുത്തി എന്നതിന് ശേഷം മാത്രമേ കേസ് എടുക്കത്തുള്ളൂ. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ജനവികാരവും അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഇടപെടലും കാരണം ഒരുപക്ഷെ ഇപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പേരിൽ ഒരു അറസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഇനി കൃത്യമായിട്ട് മൊഴികളെല്ലാം രേഖപ്പെടുത്തി സാക്ഷികളെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു ഒഫൻസിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടത്തില്ല, മുൻകൂർ ജാമ്യം പറ്റില്ല. മിനിമം 45 ദിവസം അകത്ത് കിടത്തി വെക്കുകയുള്ളൂ പ്രതിയായ ആൾ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു കേസിൽ സ്വാഭാവികമായിട്ട് തെളിവെടുപ്പും മൊഴിയെടുപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സമാനമായൊരു സംഭവം, അതായത് 2016 ആദ്യമേ ഉണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് കണ്ടില്ല, അല്ലെങ്കിൽ തന്നെ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. കേസ് പോലും എടുത്തിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതേ വകുപ്പിട്ട് എന്ന് പറഞ്ഞാൽ ജാതി പറഞ്ഞ് വർഗീയത പരത്തി എന്ന പേരിൽ ശ്രീമതി KP ശശികല ടീച്ചർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലും തെളിവെടുപ്പും മൊഴിയെടുപ്പും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇക്കാര്യത്തിൽ മാത്രം എന്ന് പറഞ്ഞാൽ ലോ അക്കാഡമി കേസിൽ മാത്രം ഒരു വൈകാരികമായ ഇടപെടൽ, അതും സർക്കാരിനെതിരെ തിരിച്ചുവിടാനായിട്ട് ബോധപൂർവമായൊരു ശ്രമം നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ നമ്മുടെ സുഭാഷ് വാസു എന്ന് പറഞ്ഞാൽ NDAയുടെ ഒരു ക്രിമിനലായ സുഭാഷ് വാസുവിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ എന്ന് പറഞ്ഞാൽ 4 ഇടിമുറികളുള്ള ആ കോളേജിലേക്ക് ഇന്ന് SFI മാർച്ച് നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ NDAയുടെ കുടക്കീഴിൽ നിന്ന് സമരം ചെയ്യുന്ന AIYF സഖാക്കൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും വളരെ വ്യക്തമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സ്വാശ്രയ കോളേജുകളുടെ സമരത്തിൽ ലോ അക്കാഡമി മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിർത്തി മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ്, പാമ്പാടി നെഹ്റു കോളേജ് ഇവയൊക്കെ ബോധപൂർവം സ്മരിക്കുകയാണ്. ഈ ഒരു ലോ അക്കാഡമി കേസ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ ഒരു ബോധപൂർവമായൊരു ശ്രമം. തിരുവനന്തപുരം ലോ അക്കാഡമി സമരത്തിൽ വിദ്യാർത്ഥി സമരത്തിലേക്ക് രാഷ്ട്രീയം കൂട്ടിക്കലർത്തി ആദ്യമായിട്ട് അവിടെ നിരാഹാരം പ്രഖ്യാപിച്ചത് BJP ആണ്. അപ്പോൾ മുരളീധരൻ്റെ മണ്ഡലത്തിലുള്ള ഈ ഒരു ലോ അക്കാഡമിയിൽ BJP കയറി സ്കോർ ചെയ്യുന്നത് കണ്ടിട്ട് കോൺഗ്രസും ചാടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ AIYFൻ്റെ ശുഭേഷ് സുധാകരൻ, ഞങ്ങളുടെ നാട്ടുകാരനാണ്, മുണ്ടക്കയംകാരനാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥിനികളുടെ പ്രതിനിധിയായിട്ടൊരു കുട്ടിയുണ്ടായിരുന്നു. പിന്നെ SFIയുടെ പ്രതിനിധികൾ, MSFൻ്റെ പ്രതിനിധികൾ, അതുപോലെ തന്നെ ABVP പ്രവർത്തകർ, KSUക്കാർ. അതിൽ എല്ലാവർക്കും തന്നെ സമരം വന്ന് തീർക്കണം എന്നുള്ള ഏകദേശം ആഗ്രഹത്തിലാണ് ചർച്ച നടന്നത്. 3 മണിക്ക് തുടങ്ങിയ ചർച്ച. പിന്നെ മന്ത്രി അദ്ദേഹത്തിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ മുഴുവനും കേട്ടു. പക്ഷേ അപ്പോഴൊക്കെയും ABVP KSU പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയെ കളിയാക്കുകയും എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി തേജോവധം ചെയ്യുക, പോഴനെന്ന് വിളിക്കുക. അദ്ദേഹം ഒരു പ്രൊഫസറാണെന്ന് ഓർക്കണം. അദ്ദേഹത്തെ മനഃപൂർവ്വം തേജോവധം ചെയ്യുകയും കലപില ശബ്ദം കൂട്ടുകയും ചെയ്ത് എങ്ങനെയെങ്കിലും ആ ചർച്ച അലസിപ്പിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് നടന്നത്. ബാക്കിയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് സമരം തീർത്താൽ മതി എന്ന് തന്നെയായിരുന്നു. കാരണം സമരം തീരരുതെന്നും തിങ്കളാഴ്ച, അതായത് ഇന്ന് 7-ാം തീയതി കോളേജ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ പറഞ്ഞതുകൊണ്ട് മനഃപൂർവ്വം അവിടെ വിഷയമുണ്ടാക്കി ഒരു രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന്
പ്രതിപക്ഷത്ത് ആണെങ്കിൽ പോലും യാതൊരു ശേഷിയുമില്ലാത്ത KSUക്കാർക്കും അതുപോലെ തന്നെ പ്രതിപക്ഷമാകാൻ ശ്രമിക്കുന്ന ABVPക്കാർക്കും നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമരത്തെ അല്ലെങ്കിൽ ആ ചർച്ചയെ അന്ന് അവർ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. അല്ലാതെ രാജി എന്ന ഒരു കാൽപ്പനിക സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള സമരം മാത്രമല്ല ഇപ്പോഴത്. അത് വിദ്യാർത്ഥികളെ ബലിയാടാക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരും വിദ്യാർത്ഥികളും ഒരു കാര്യം മനസ്സിലാക്കണം. SC/ST അട്രോസിറ്റി പ്രകാരം കേസെടുത്ത ആളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിനുള്ള സാങ്കേതികത്വം ഇതൊക്കെയാണ്. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് എൻ്റെ ഇൻബോക്സിലും അല്ലെങ്കിൽ ഞാനിട്ട പോസ്റ്റുകൾക്ക് മറുപടിയായിട്ട് എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ധാരാളം ചോദ്യങ്ങളുമായി പലരും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമാക്കുന്നത്. നമസ്കാരം.